സോ ഫൈനലി നമ്മുടെ ബിറോളിൻ്റെ വിഷ്വൽസ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് തന്ന പോലെ തന്നെ അതിൻ്റെ എഡിറ്റ് വീഡിയോ നമുക്ക് ഒരുമിച്ച് എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ പ്രിവ്യൂ കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ ബിഹൈൻഡ് ദ സീനും, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു അടിപൊളി പ്രിവ്യൂ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വിഷ്വൽസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോണിലേക്ക് കോപ്പി ചെയ്തു. അപ്പോൾ ഇനി നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മൊബൈലിലാണ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ VN വീഡിയോ എഡിറ്റർ വെച്ചിട്ട്. അപ്പോൾ നോക്കാം നമുക്ക് VN വീഡിയോ എഡിറ്ററിൻ്റെ ഒരു ആൻഡ്രോയിഡിലുള്ള വർക്ക് ഫ്ലോ. അപ്പോൾ നിങ്ങൾ ബിഹൈൻഡ് ദ സീനും അതിൻ്റെ ഒറിജിനൽ വീഡിയോ ഒക്കെ കണ്ട ശേഷം നമ്മളൊരു എഡിറ്റിംഗ് വീഡിയോ കണ്ടാൽ കുറച്ചുകൂടി ക്യൂരിയസ് ആയിട്ട് ഇരുന്നിട്ട് നിങ്ങൾക്ക് വീഡിയോ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബിറോളിൻ്റെ വിഷ്വൽസിന് ആവശ്യമായിട്ടുള്ള MP3 അതായത് ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളൊക്കെ ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം അതൊരു വലിയ ചടങ്ങാണ്. ബിറോൾ എഡിറ്റ് ചെയ്യുന്നതിനേക്കാളും നല്ല ടൈം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ഷനിൽ സ്പെൻഡ് ചെയ്യുന്ന സംഭവം ഒഴിവാക്കാനാണ് ഞാനിപ്പോൾ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ എത്രയും പെട്ടെന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇതുപോലെ നല്ല കിണ്ണം കച്ച വീഡിയോകൾ ഓൺ ദ വേ ആണ്. സോ നൗ യു ക്യാൻ എൻജോയ് ദ എഡിറ്റിംഗ് ഓഫ് ബിറോൾ. ഓക്കെ, അപ്പോൾ VN വീഡിയോ എഡിറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ VN വീഡിയോ എഡിറ്ററിൻ്റെ ടൂൾസും ബേസിക് എങ്ങനെ ക്ലിപ്പ് ആഡ് ചെയ്യാന്നുള്ള ബേസിക് എസെൻഷ്യൽ സംഭവങ്ങളൊക്കെ ഉള്ള ഒരു വീഡിയോ എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങളത് പോയി വാച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ഈസി ആക്കിയിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഡയറക്റ്റ് ഇനി ബാക്കി സംഭവങ്ങളൊന്നും പറയുന്നില്ല. എന്തൊക്കെ എഫക്റ്റ് കാര്യങ്ങൾ നമ്മളെങ്ങനെയാണ് ഈ ബിറോൾ എഡിറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ ഇൻഡെപ്ത് ആയിട്ട് മാത്രമേ പറയുന്നുള്ളൂ. ബാക്കി ടൂൾസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ വീഡിയോ നോക്കിയിട്ട് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഞാൻ ക്ലിപ്പുകൾ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് ഓർഡറിലാണ് വീഡിയോ കാര്യങ്ങൾ എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ അതിൻ്റെ പ്ലേസ്മെൻറ്റ് സിമ്പിളാക്കാൻ പറ്റും. അപ്പോൾ ഇനി ഓരോ ക്ലിപ്പുകൾ കാര്യങ്ങൾ ആഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ വളരെ ലോ സ്പെക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ക്ലിപ്പുകളൊക്കെ ഒന്ന് റെൻഡർ ചെയ്ത് വരുമ്പോഴേക്കും കുറച്ച് ടൈം എടുക്കും. അങ്ങനെ നമ്മുടെ എല്ലാ ക്ലിപ്പും VNൻ്റെ ടൈം ലൈനിലേക്ക് എത്തി. അപ്പോൾ ഇനി ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ലെങ്ത്ത് മാക്സിമം എത്ര ലെങ്ത്ത് നമ്മുടെ ബിറോൾ വേണമെന്നുള്ള ആദ്യം ഫിക്സ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ മൊത്തം ലെങ്ത്ത് ടൈം ലൈനിൽ ഇപ്പോൾ ആഡ് ചെയ്ത മൊത്തം വീഡിയോസിൻ്റെ ലെങ്ത്ത് നോക്കുകയാണെങ്കിൽ 7 മിനിറ്റ് ലെങ്ത്ത് ഉണ്ട്. അപ്പോൾ 7 മിനിറ്റ് വേണ്ട, നമുക്ക് മാക്സിമം ഒരു 30 സെക്കൻഡ്, ഒരു 1 മിനിറ്റിൻ്റെ താഴെ മാത്രം മതി ബിറോൾ വീഡിയോ. അപ്പോൾ ആ 1 മിനിറ്റിൻ്റെ താഴേക്ക് നമുക്ക് ബിറോൾ വീഡിയോനെ എത്തിക്കണമെങ്കിൽ മാക്സിമം വെച്ച ക്ലിപ്പുകളിൽ നിന്നുള്ള ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് ഏതൊക്കെ ക്ലിപ്പുകൾ വേണോ ആ ക്ലിപ്പ് നമുക്ക് വിചാരിച്ച ഷോട്ടുകൾ കിട്ടിയ ഒരു ക്ലിപ്പിൽ തന്നെ 3-4 ഷോട്ടുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ബിറോൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ കറക്റ്റ് മനസ്സിലാവും അതിന് എക്സാക്റ്റ് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഷോട്ടുകൾ നമുക്ക് വേണം എന്നുള്ളത് മാത്രം അതിന് സോർട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ തന്നെ വീഡിയോൻ്റെ ലെങ്ത്ത് കുറച്ച് കുറയും. അതാണ് വീഡിയോൻ്റെ ലെങ്ത്ത് കുറയ്ക്കാനുള്ള ഫസ്റ്റ് മെത്തേഡ്. പിന്നെ വീഡിയോൻ്റെ ലെങ്ത്ത് കുറയ്ക്കാനുള്ള മെത്തേഡ് പറഞ്ഞാൽ സ്പീഡ് റാമ്പിംഗ് ആണ്. അതായത് സ്ലോ ആക്കുക, ഫാസ്റ്റ് ആക്കുക. അപ്പോഴും ക്ലിപ്പിൻ്റെ ലെങ്ത്ത് ഒന്ന് കുറഞ്ഞ് കിട്ടും. അതിനായിട്ട് നമുക്ക് സ്പീഡിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൺ ദ വേ ആയിട്ട് തന്നെ നമുക്കത് പറയാം. അപ്പോൾ നമ്മളിപ്പോൾ ആഡ് ചെയ്ത ക്ലിപ്പുകളൊക്കെ ഓർഡറിലാണ്. അപ്പോൾ ഇതിനെ ഇനി ഓർഡർ ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇനി ഓരോ ക്ലിപ്പും കറക്റ്റ് ഇങ്ങനെ വാച്ച് ചെയ്തിട്ട് അതിൻ്റെ എക്സാക്റ്റ് പോർഷൻസ് മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാ ക്ലിപ്പും കൂടെ ഒന്നുകൂടി നമ്മൾ റിവ്യൂ ചെയ്ത് സോർട്ടാക്കി. എക്സ്ട്രാ ക്ലിപ്പുകൾ അധികം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ ഡിലീറ്റ് ആക്കി. ഇപ്പോൾ ഒരു എക്സാക്റ്റ് നമ്മുടെ ബിറോളിന് വേണ്ട ക്ലിപ്പുകൾ മാത്രമേ അതിലുള്ളൂ. ഇനി നമുക്ക് അതിൻ്റെ സ്പേസ് കുറയ്ക്കാം. അതായത് ഞാൻ പറഞ്ഞല്ലോ ലെങ്ത്ത് കുറയ്ക്കാൻ ഇനി ചെയ്യാവുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ സ്പീഡ് റാമ്പിങ്ങിനാണ്. അപ്പോൾ സ്പീഡ് റാമ്പിങ് ചെയ്യാൻ നമ്മൾ ഫസ്റ്റ് ഒരു ക്ലിപ്പിൽ നമുക്കൊന്ന് സ്പീഡ് റാമ്പിങ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ആ ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് സ്പീഡിലേക്ക് പോവുക. അപ്പോൾ സ്പീഡിലേക്ക് പോകുമ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു ഗ്രാഫിൽ നിന്നാണ് നമ്മൾ ആ ഒരു റാമ്പിങ് ചെയ്തെടുക്കുക. അപ്പോൾ ഗ്രാഫിൽ നിന്ന് ഫസ്റ്റ് പൊസിഷൻ പിടിച്ചിട്ട് ഫ്രണ്ട് കയറ്റിയിട്ട് കഴിഞ്ഞാൽ അവിടെ ആ ഒരു പൊസിഷൻ സ്പീഡ് കൂടി. ഇനി ആ ഒരു വീഴുന്ന പൊസിഷന് നമുക്ക് മെല്ലെ ഒന്ന് സ്ലോ ആക്കാനായിട്ടൊന്ന് താത്തിയിടുക. യെസ്, ഓക്കെ, അത് സ്ലോ ആയി. ഇനി ലാസ്റ്റ് എൻഡിങ് അതായത് ക്ലിപ്പ് എൻഡ് ചെയ്യുന്ന സമയത്ത് ഒന്ന് സ്പീഡ് കൊടുക്കുക. ആ സ്പീഡ് എന്തിനാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞുതരാം. അതിന് അടുത്ത ക്ലിപ്പ് നമ്മൾ റാമ്പിങ് ചെയ്യുമ്പോഴാണ് അത് നമുക്ക് എഫക്റ്റ് ആവുക. കാരണം അടുത്ത ക്ലിപ്പ് നേരെ സെലക്ട് ചെയ്യുക. ശേഷം നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ സ്പീഡ് റാമ്പിങ്ങിൽ എത്തുന്ന സമയത്ത് അതിൻ്റെ ഫസ്റ്റും നമ്മൾ സ്പീഡ് ചെയ്യും, അതായത് സ്പീഡ് കൂട്ടിയിടും. അപ്പോൾ ഈ രണ്ട്
അതായത് മറ്റേ ക്ലിപ്പിൻ്റെ എൻഡിങ്ങും ഇപ്പോൾ നമ്മൾ ചെയ്ത എൻഡിങ്ങും കൂടി ഒന്നുകൂടെ ഒന്ന് പ്ലേ ബാക്ക് ചെയ്ത് നോക്കുക. അയവ അടിപൊളിയായിട്ട് തന്നെ ഒരു കിടിലൻ ട്രാൻസിഷൻ അവിടെ ഫോം ചെയ്ത്. അപ്പോൾ ഇതുപോലത്തെ ട്രാൻസിഷൻസുകളാണ് ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ക്ലിപ്പുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. പിന്നെ കുറേയൊക്കെ ട്രാൻസിഷൻസ് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്തിൻ്റെ ചില മൂവ്മെൻറ്റുകളൊക്കെ നടത്തി അത് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബിഹൈൻഡ് ദ സീൻ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്തെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മളൊരു സ്റ്റെപ്പ് നേരത്തെ ചെയ്യാൻ വിട്ടുപോയി. അത് മാക്സിമം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ ഓഡിയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോന്ന് ചെയ്യേണ്ട ആവശ്യം, ഞാൻ പ്ലേ ചെയ്ത് നോക്കിയപ്പോൾ അതിൽ നല്ലൊരു കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ളൊരു മ്യൂസിക് കിട്ടി. അപ്പോൾ ഇതെല്ലാം ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ യൂട്യൂബിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ യൂട്യൂബിലിടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്തിട്ട് വീഡിയോൻ്റെ ബീറ്റിനനുസരിച്ച് നമ്മൾ മ്യൂസിക്കിൻ്റെ ബീറ്റിനനുസരിച്ച് വീഡിയോൻ്റെ സീനുകൾ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു സക്സസ്ഫുൾ ബീറോളായിട്ട് നമുക്കത് ഔട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനായിട്ട് മ്യൂസിക് ആഡ് ചെയ്യാൻ നേരെ ടോപ്പിലുള്ള മ്യൂസിക് ഐക്കണിൽ പോയിട്ട് ഫയൽ മാനേജറിന് നമ്മൾ ഈ ഒരു മ്യൂസിക്കാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ എത്ര പോർഷൻ മാത്രം വേണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കുള്ള 1 മിനിറ്റിൻ്റെ ഉള്ളിലുള്ള പോർഷൻസ് എടുക്കാം. അപ്പോൾ നേരെ ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യാം. ഒന്ന് പ്ലേ ബാക്ക് കൊടുത്തു നോക്കാം. കുഴപ്പമില്ലാത്തൊരു സംഭവം കിട്ടുന്നുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ഓഡിയോൻ്റെ ഫ്രണ്ട് ഒരു ഫേഡ് ഇന്നും കൊടുക്കുക. എൻ്റെ സമയത്ത് ഫേഡ് ഔട്ടും കൊടുക്കുക. അതൊക്കെ ലാസ്റ്റ് പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ സൈഡിൽ ചെയ്താൽ മതി. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ആ കാര്യങ്ങളൊന്നും കീപ്പ് ചെയ്യേണ്ട. ഇനി വീഡിയോൻ്റെ ഓരോ ബീറ്റ് നമുക്ക് മനസ്സിലാക്കുക. ആ ബീറ്റിനനുസരിച്ചുള്ള ട്രാൻസിഷൻ ശരിക്കും അങ്ങനത്തെ ചെയ്യേണ്ടത് വെച്ചാൽ ബീറ്റിനനുസരിച്ചാണ് നമ്മൾ ക്ലിപ്പുകൾ ആഡ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഓൾറെഡി ക്ലിപ്പ് ആഡ് ചെയ്ത ശേഷമാണ് ബീറ്റിന് മ്യൂസിക് ചെയ്തെടുത്തത്. അപ്പോൾ ഒരു കണ്ടിന്യൂറ്റി കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് മാക്സിമം ഏകദേശം സ്റ്റാർട്ടിങ് പോയിന്റ് കാര്യങ്ങളൊക്കെ കിട്ടിയാൽ തന്നെ മതി. എന്നാലും വീഡിയോ നല്ല അടിപൊളിയായിട്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് മാക്സിമം ആ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ക്ലിപ്സിനൊക്കെ അതിൻ്റെ ഒറിജിനൽ ഓഡിയോ അതിൻ്റെ പ്ലേ ബാക്കായിട്ട് പ്ലേ ചെയ്യുന്നുണ്ടാവും. പിന്നെ നമ്മൾ ഇട്ട് കൊടുത്ത മ്യൂസിക് രണ്ടും കൂടി വരുമ്പോൾ ഒരു ഇൻട്രാക്ഷൻ ഒരു മാക്സിമം സംഭവം ഒഴിവാക്കാനായിട്ട് നമുക്ക് ചില പോർഷൻസ് നമുക്ക് ആ വീഡിയോൻ്റെ സൗണ്ട് ആവശ്യമുള്ളതായിട്ട് വരും. നമ്മളിപ്പോൾ ഈ മുളക് ഇങ്ങനെ ഇടുന്ന സമയത്ത് ആ ഒരു ഒറിജിനൽ സൗണ്ട് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പ്ലേ ബാക്ക് കൊടുക്കുന്നത്. പിന്നെ ചില ഭാഗത്ത് നമ്മളെ സംസാരങ്ങൾ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് ജസ്റ്റ് ആ ക്ലിപ്പിലൊന്ന് പ്രസ് ചെയ്യുക. ബാറ്ററിയിലോ ജസ്റ്റ് ആ ക്ലിപ്പിലൊന്ന് പ്രസ് ചെയ്തതിനു ശേഷം വോളിയം മാക്സിമം ഡൗൺ ചെയ്ത് കൊടുത്താൽ മതി. അത് ഓരോ ക്ലിപ്പ് നിങ്ങൾ വാച്ച് ചെയ്യാം. അത് നമുക്ക് എടുക്കാൻ പറ്റുന്ന സൗണ്ട് എഫക്ട്സ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ചെയ്താൽ മതി. പിന്നെ റാമ്പിങ് ചെയ്യുന്ന സമയത്ത് സൗണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ചില സൗണ്ടുകൾ നല്ല അപ്പായിട്ട് വരും. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ക്ലിപ്പുകളും റാമ്പിങ് ചെയ്ത് ഷോർട്ടാക്കി എടുത്ത്. അപ്പോൾ നിങ്ങളിപ്പോൾ റാമ്പിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 120 FPS ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെ സ്ലോ മോഷൻ ആക്കുന്ന സമയത്ത് ഫ്രെയിമുകൾ ഡ്രോപ്പ് വരാതെ നല്ല സ്മൂത്തായിട്ട് പ്ലേ ബാക്കും കിട്ടി. അതുപോലെ തന്നെ നല്ല പോലത്തെ ഒരു സ്റ്റെബിലൈസേഷൻ പെർഫോമൻസും നമ്മുടെ ക്ലിപ്പുകൾ വരുന്നതുകൊണ്ട് തന്നെ വീഡിയോ വിഷ്വൽസൊക്കെ അടിപൊളിയായിട്ട് തന്നെ പ്ലേ ആവുന്നുണ്ട്. ഫൈനലി നമ്മുടെ ടൈം ലൈൻ ഈ ഒരു ലുക്കിലായി. അപ്പോൾ എല്ലാ ക്ലിപ്പിനും നമ്മൾ എന്തൊക്കെ എഫക്റ്റ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞ സെയിം സാധനം തന്നെ സ്പീഡ് റാമ്പിങ്ങും പിന്നെ ട്രാൻസിഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഡിസോൾവ് അതുപോലെ ബ്ലർ. അത് നോർമലി VN-ലുള്ള ട്രാൻസിഷൻ തന്നെ, വേറെ എക്സ്ട്രാ ഓർഡിനറി ഒരു സംഭവം ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് ബാക്കി വരുന്ന പ്രോസസ്സുകളൊന്ന് കളർ ഗ്രേഡ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ മ്യൂസിക് ജസ്റ്റ് ആഡ് ചെയ്തിട്ടുള്ളൂ. ഏകദേശം ഞാൻ അതിന് അനുസരിച്ചുള്ള ഒരു ക്ലിപ്പുകൾ തന്നെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ മ്യൂസിക് ഓരോ ക്ലിപ്പ് മാറുന്ന സ്ഥലത്ത് നമുക്കൊരു എക്സ്ട്രാ സൗണ്ട് എഫക്റ്റ്, ഒരു വുഷ് സൗണ്ട് എഫക്റ്റ് കൂടെ ആഡ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കളർ ഗ്രേഡും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഒരു സൗണ്ട് എഫക്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. അതിന് മ്യൂസിക്കിൽ പോവുക. സൗണ്ട് എഫക്റ്റിൽ കുറേ വുഷ് എഫക്റ്റുകളുണ്ട്. അപ്പോൾ അതിന് ഓരോന്നായിട്ട് ഓരോ ക്ലിപ്പിൻ്റെ അടിയിലും ആവശ്യമുള്ള സമയത്ത് ഓരോ ആക്ഷൻസ് വരുമ്പോൾ അതിനനുസരിച്ചുള്ള സൗണ്ട് എഫക്റ്റ് മാത്രം അതിൽ നിന്ന് എടുത്തിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അങ്ങനെ സൗണ്ട് എഫക്റ്റും സെറ്റായി. ഇനി ജസ്റ്റ് ഒന്ന് പ്ലേ ബാക്ക് ഒന്ന് ചെയ്ത് നോക്കാം.
അടിപൊളി. ഇനി ഇതിൻ്റെ ഫൈനൽ സ്റ്റേജാണ് കളർ ഗ്രേഡ് ചെയ്യാൻ. കളർ ഗ്രേഡ് ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്നത് ലൈറ്റ് റൂം പ്രീസെറ്റ് തന്നെയാണ്. അപ്പോൾ ലൈറ്റ് റൂം പ്രീസെറ്റ് എങ്ങനെ വീഡിയോയിൽ ഉപയോഗിക്കുക, VN വീഡിയോ എഡിറ്ററിൽ ഉപയോഗിക്കുക എന്നുള്ള ഒരു ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയുമായിരിക്കും, നിങ്ങൾ കണ്ടിട്ട് ആണില്ല വരുന്നതെങ്കിൽ ഒന്ന് പോയിട്ട് വാച്ച് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കും, നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് വീഡിയോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എക്സ്ട്രാ സെപ്പറേറ്റ് കളർ ഗ്രേഡ് ഇതിൽ ചെയ്തെടുക്കുക. എഫക്റ്റ് കാര്യങ്ങൾ മാറ്റേണ്ടതില്ല. നേരെ ലൈറ്റ് റൂമിലുള്ള പ്രീസെറ്റിനെ തന്നെ നേരെ ഇതിലേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ട് കൊണ്ടിട്ടാൽ മതി. സിമ്പിൾ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ആ ഒരു അങ്ങനെ ചെയ്തൊരു പ്രീസെറ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ നമുക്ക് അതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. സോ ഫൈനലി ഇത്രയൊക്കെയാണ്. നമ്മൾ സിമ്പിളായിട്ട് ഒരു ബി-റോൾ എഡിറ്റിംഗ് ഒന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒരു വീഡിയോ എഡിറ്റിംഗ് ആണ് ഇപ്പോൾ ചെയ്തത്. ആ ഒരു സിമ്പിൾ ഏതൊക്കെ കണ്ട് എടുക്കുന്ന ആൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന സമയത്ത് ടൈപ്പ് സാധനം നമ്മൾ കീ ഫ്രെയിം കാര്യങ്ങൾ എക്സ്ട്രാ ഒന്നും കാർഡ് കയറി ചെയ്യാതെ സിമ്പിളായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ ഒരു സംഭവങ്ങളാണ് ഇപ്പോൾ വീഡിയോ എഡിറ്റർ ഉപയോഗിച്ചിട്ട് ചെയ്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് ബി-റോൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ ബി-റോളിൻ്റെ ബിഹൈൻഡ് ദ സീൻ, അതുപോലെ തന്നെ ഇപ്പോൾ 2 എഡിറ്റിംഗ് 2 പാർട്ടായിട്ട് തന്നെ ഇപ്പോൾ വീഡിയോ ഇനി പോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ ബി-റോൾ വീഡിയോകളും വിഷ്വൽസും കാര്യങ്ങളും എഡിറ്റിങ്ങും ബിഹൈൻഡ് ദ സീനൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടിലൻ ക്രിയേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം.